students, welcome back to our GS class. Today we will study the second chapter of Standard 3, that is our body part 2. This is your second chapter, and in the previous class we have already studied about the human body has 10 major systems. Of this you have already studied about 3 main systems such as respiratory system, digestive system and circulatory system. And in this chapter we are going to study about 3 more important systems such as skeletal system and nervous system and excretory system. So let us learn them in detail. For that, there is a picture. Can you see this? Below are a few important activities that humans carry out throughout their life. Okay. Can you see this? And the next one is try to match the below internal sets of organs that support the above actions. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഓരോ ആക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് മാച്ച് ചെയ്യണം, എന്നിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം. ഓക്കെ. സോ ഫസ്റ്റ് വൺ ഈസ് സ്കെലിറ്റൽ സിസ്റ്റം. The skeletal system is made up of a framework of bones. Okay, this is skeletal system. Can you see this? Skeletal system is made up of a framework of bones. സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബോൺസൂടെ ചേർന്ന് ഒരു ഫ്രെയിം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ദിസ് ഫ്രെയിം വർക്ക് ഈസ് കോൾഡ് സ്കെലിറ്റൽ സിസ്റ്റം. Without skeleton, the body would be a mass of flesh. അതായത് സ്കെലിറ്റൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു മാംസപിണ്ഡം മാത്രമാണ്. The body would be a mass of flesh. Okay, without skeleton, the body would be a mass of flesh. Okay, the skeletal system gives shape to the body. നമ്മുടെ ശരീരത്തിന് ഷേപ്പ് കൊടുക്കുന്നത് എന്താണ്? സ്കെലിറ്റൽ സിസ്റ്റമാണ്. ദ സ്കെലിറ്റൽ സിസ്റ്റം പ്രൊട്ടക്ട്സ് ഓൾ ദ ഇൻറ്റേർണൽ ഓർഗൻസ് ഓഫ് ദ ബോഡി. സ്കെലിറ്റൽ സിസ്റ്റമാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പം ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്കള്ളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലങ്സ്, ഹാർട്ട്, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? റിബ് കേജ് ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റൊമക്ക്, ലിവർ, ഇതെല്ലാം പാർഷ്യലായിട്ട് നമ്മുടെ റിബ് കേജിലാണ് വരുന്നത്. The bones with the help of muscles help the body to move. അതായത് ബോൺസും മസിൽസും കൂടിയാണ് നമ്മുടെ ശരീരത്തിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. സോ the skeletal system is the framework of bones. The skeletal system gives shape to the body. The skeletal system protects all the internal organs of the body, and the bones with the help of muscles help the body to move. Okay, these are all about skeletal system. Can you see this? Right, true or false? The skeletal system protects all the internal organs of the body. സ്കെലിറ്റൽ സിസ്റ്റമാണ് നമ്മുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ട്രൂ ഓർ ഫോൾസ്? യെസ്, ഇറ്റ് ഈസ് ട്രൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ സ്കെലിറ്റൽ സിസ്റ്റം ഡസ് നോട്ട് അലോ ദ ബോഡി ടു മൂവ്. സ്കെലിറ്റൽ സിസ്റ്റം നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ. And the next one is nervous system. Can you see this? The nervous system.
Okay. The nervous system comprises the brain, spinal cord. Can you see this? This is spinal cord and nerve cells. അതായത് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സോടെ ചേരുമ്പോഴാണ് നെർവസ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഓക്കെ, ഓൾ അവർ ഫങ്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ബ്രെയിൻ ത്രൂ നെർവ്സ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. നെർവ്സിലൂടെയാണ് ബ്രെയിൻ ഈ ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ദ നെർവ്സ് ആർ പ്രസൻറ്റ് ഓൾ ഓവർ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും നെർവ്സ് പ്രസൻ്റ് ആണ്. വി ആർ ഏബിൾ ടു റൈറ്റ്, റീഡ്, ടോക്ക് ആൻഡ് റിമെമ്പർ ബിക്കോസ് ഓഫ് അവർ നെർവസ് സിസ്റ്റം. നമ്മളെ എഴുതാനും വായിക്കാനും അതുപോലെ സംസാരിക്കാനും അതുപോലെ റിമെമ്പർ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, the nerves carry messages from the different parts of the body to the brain. ഈ നെർവ്സ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മെസ്സേജസിനെ ബ്രെയിനിലെത്തിക്കുന്നത്. ആൻഡ് ഫ്രം ദ ബ്രെയിൻ ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജസിനെ നെർവ്സ് വഴി വിവിധ ബോഡി പാർട്സിൽ എത്തിക്കുന്നു. സോ ദ നെർവ്സ് ആർ കോൾഡ് മെസ്സഞ്ചേഴ്സ്. അതുകൊണ്ട് നെർവ്സിനെ പറയുന്ന പേരാണ് മെസ്സഞ്ചേഴ്സ്. Okay, nerves carry messages from the different parts of the body to the brain and from the brain to the different parts of the body. So, nerves are like messengers. Okay, so the nervous system comprises the brain, spinal cord and nerves, nerve cells. Okay, next is excretory system. Can you see this? Excretory system. Excretion means to remove waste from the body. Excretion എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ വെളിയിലേക്ക് കളയുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് excretion. The excretory system helps our body to get rid of waste. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ വെളിയിലേക്ക് കളയാനായിട്ടാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദ മെയിൻ ഓർഗൻസ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ആർ ദ കിഡ്നീസ്. ക്യാൻ യു സീ ദിസ്? ദീസ് ആർ കിഡ്നീസ്. ദ മെയിൻ ഓർഗൻസ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം ആർ കിഡ്നീസ്. ദ കിഡ്നീസ് ക്ലീൻ ദ ബ്ലഡ് ബൈ റിമൂവിങ് ദ വേസ്റ്റ് ഫ്രം ഇറ്റ്. അതായത് കിഡ്നീസാണ് നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് വേസ്റ്റ് ഈസ് പാസ്ഡ് ഔട്ട് ഓഫ് ദ ബോഡി ആസ് യൂറിൻ. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വേസ്റ്റ് യൂറിനായിട്ട് വെളിയിലേക്ക് പോകുന്നത്. ഓക്കെ, ദ കിഡ്നീസ് ക്ലീൻ ദ ബ്ലഡ് ബൈ റിമൂവിങ് ദ വേസ്റ്റ് ഫ്രം ഇറ്റ് ആൻഡ് ദിസ് വേസ്റ്റ് ഈസ് പാസ്ഡ് ഔട്ട് ഓഫ് ദ ബോഡി ആസ് യൂറിൻ. ഓക്കെ, ലങ്സ് ആൻഡ് സ്കിൻ ഓൾസോ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. അതുപോലെ തന്നെയാണ് ലങ്സും സ്കിന്നും എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഇംപ്യൂർ എയർ ദാറ്റ് വി ബ്രീത്ത് ഔട്ട് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് ദ ബോഡി ത്രൂ ദ ലങ്സ്. അതായത് നമുക്കറിയാം റെസ്പിറേഷൻ്റെ ഫലമായിട്ടുള്ള ഇംപ്യൂർ എയർ ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് ലങ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ വാട്ടർ ആൻഡ് സോൾട്ട് ആർ റിമൂവ്ഡ് ബൈ ദ സ്കിൻ ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ വാട്ടറും സോൾട്ടും ആണ് സ്വെറ്റായിട്ട് സ്കിന്നിലൂടെ വെളിയിലേക്ക് പോകുന്നത്. സോ ലങ്സ് ആൻഡ് സ്കിൻ ഓൾസോ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. ആൻഡ് ദീസ് ആർ അബൌട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം. Excretion means remove waste from the body and the kidneys are the main organs of the excretory system. Okay, kidneys clean the blood by removing the waste from it. Okay. So let us recall once again. Today we are studying about three main systems in our body. The first one is skeletal system. Skeletal system is the framework of bones, and the skeletal system gives
shape to the body, and the skeletal system protects all the internal organs. Okay, and there is a human baby is born with 300 bones in its body. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ ഏകദേശം 300 ബോൺസ് കാണും. An adult has only 206 ബോൺസ്. അതായത് അഡൽട്ട് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 206 ബോൺസേ കാണത്തുള്ളൂ. This is because many of the bones join together to make a single bone. ഇതിന്റെ കാരണം ഈ കുഞ്ഞു കുഞ്ഞു ബോൺസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് സിംഗിൾ ആയിട്ട് ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ ബോൺ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഈസ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് nerve cells. Okay, we write, read, talk, remember. These are helped with the help of nervous system. Nervous systemത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ എഴുതുന്നതും വായിക്കുന്നതും സംസാരിക്കുന്നതും ഓർമ്മിക്കുന്നതും എല്ലാം. Nerves carry messages, so the nerves are called messengers. And the next system is excretory system. Excretory system get rid of waste, and kidneys are the main organs of the excretory system. Okay, so these are all about today's topic. You study well. We will meet in the next class. Thank you.